ഇലക്ഷന്റെ ഒരു ചരിത്രം നോക്കണം. ജയിലിൽ കിടന്ന് മത്സരിച്ച് ജയിച്ച എത്ര ആളുകളുണ്ട്? നിയമസഭയിലും ലോകസഭയിലും ജയിലിൽ കിടന്ന് മത്സരിച്ച ആൾ ജയിച്ചിട്ടുണ്ട്. അപ്പൊ ജയിലിൽ അവരെ അയക്കുമ്പോൾ കോടതി വിധി എന്തായിരുന്നു? തെറ്റ് ചെയ്തെന്നായിരുന്നു. പിന്നീട് അവർ അപ്പീൽ പോയി തിരിച്ചു വന്ന് നല്ല ജനപ്രതിനിധിയായി മന്ത്രിയായിട്ടൊക്കെ നാട്ടിലുണ്ടായിട്ടുണ്ടല്ലോ. മറ്റൊരു വിഷയം, ഈ പയ്യന്നൂര് പോലീസിന് നേരെ ബോംബെറിഞ്ഞ കേസില് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ ഡിവൈഎഫ്ഐ നേതാവ് നിഷാദ് അവിടെ നഗരസഭയിലേക്ക് മത്സരിക്കുന്നുണ്ടല്ലോ. ഡിവൈഎഫ്ഐയുടെ നിലപാട് കോടതി ശിക്ഷിച്ചിട്ടുണ്ട്. അത് അപ്പീൽ പോയിട്ടുണ്ട്. രാഷ്ട്രീയ പ്രവർത്തകരാകുമ്പോൾ ഒരുപാട് കേസുകൾ ഉണ്ടാവും. ഞങ്ങളുടെ എല്ലാം പേരിൽ വിദ്യാർത്ഥി സമരകാലത്തൊക്കെ ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. കണ്ണൂർ കലക്ടറേറ്റ് ആക്രമിച്ച് എന്ന് പറഞ്ഞ കേസിൽ ഞങ്ങളൊക്കെ പ്രതിയായിരുന്നു. കണ്ണൂർ SP-യുടെ വീട് ആക്രമിച്ചു എന്ന് പറഞ്ഞ കേസിൽ ഞങ്ങളൊക്കെ പ്രതിയായിരുന്നു. അത് കേസുകൾ പലതും ഉണ്ടാവും. അത് രാഷ്ട്രീയ പ്രവർത്തകരാവും നേതാക്കന്മാരുമാവുമ്പോൾ ഇങ്ങനെയെല്ലാമുള്ള കേസുകൾ സ്വാഭാവികമാണ്. ചില കേസുകൾ ശിക്ഷിക്കും, ചിലത് അപ്പീൽ പോവും. അപ്പീൽ കോടതി വിട്ട ചരിത്രമുണ്ട്. അതൊന്നും ഒരു വലിയ കാര്യമായി എടുക്കേണ്ട കാര്യമില്ല. ഒരു പ്രതിസന്ധിയില്ല. നിഷാദ് നല്ല ഭൂരിപക്ഷത്തിൽ അവിടെ ചെയ്യും. പോലീസിനെതിരെ ബോംബെറിഞ്ഞത് കേസാണ്, അല്ലാണ്ട് ഇവര് എറിഞ്ഞത് ആരും പറഞ്ഞോ? കോടതി കണ്ടെത്തിയ അത് അന്തിമ വിധിയല്ല. കോടതി മേലെ ഇനിയുണ്ട്. കോടതി ഇനിയുണ്ടല്ലോ. അതാ ഞാൻ പറഞ്ഞത്, ഞങ്ങളെല്ലാം ഇത്തരം കേസുകളിൽ പ്രതിയായിരുന്നു. ഇങ്ങനെയുള്ള കേസുകളിൽ പ്രതിയാവാത്ത കേരളത്തിൽ ഏത് രാഷ്ട്രീയ നേതാവാണുള്ളത്? നിങ്ങളിപ്പോ ഇത് അവതരിപ്പിക്കുന്നുണ്ട്. ഇത് കേരളത്തിൽ ആദ്യത്തെ സംഭവം വിചാരിക്കുമല്ലോ. നിരവധി കേസുകളിൽ അതൊക്കെ ജയിച്ച നിയമപരമായി നേരിടും. അതൊക്കെ നിയമപരമായ കാര്യങ്ങൾ ആ വഴിയിൽ നടക്കട്ടെ. നിഷാദ് ഇപ്പൊ നോമിനേഷൻ കൊടുത്തു. നോമിനേഷൻ കൊടുക്കുന്ന സന്ദർഭത്തിൽ അയാൾക്ക് അയോഗ്യത ഉണ്ടായിരുന്നില്ല. നോമിനേഷൻ സ്വീകരിക്കുന്ന ഘട്ടം വരെ അയോഗ്യത ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഒരു കേസിൽ വിധി വന്നു. ഇനിയിപ്പോ മത്സരിക്കുന്നതിൽ തടസ്സമില്ല, മത്സരം നടക്കും. അപ്പോഴേക്ക് അപ്പീൽ കോടതി വിധി പറയും എന്ന് പ്രതീക്ഷിക്കാം. ഇനി വിധി മറ്റു തലത്തിൽ വന്നാൽ ആ നിലയിൽ അപ്പീൽ പോവും. ആ കാര്യങ്ങൾ നിയമപരമായി നേരിടും. നിങ്ങൾ ഇലക്ഷന്റെ ഒരു ചരിത്രം നോക്കണം. ജയിലിൽ കിടന്ന് മത്സരിച്ച് ജയിച്ച എത്ര ആളുകളുണ്ട്? നിയമസഭയിലും ലോകസഭയിലും ജയിലിൽ കിടന്ന് മത്സരിച്ച ആൾ ജയിച്ചിട്ടുണ്ട്. അപ്പൊ ജയിലിൽ അവരെ അയക്കുമ്പോൾ കോടതി വിധി എന്തായിരുന്നു? തെറ്റ് ചെയ്തെന്നായിരുന്നു. പിന്നീട് അവർ അപ്പീൽ പോയി തിരിച്ചു വന്ന് നല്ല ജനപ്രതിനിധിയായി മന്ത്രിയായിട്ടൊക്കെ നാട്ടിലുണ്ടായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ ഇങ്ങനെയെല്ലാമുള്ള കേസുകൾ സ്വാഭാവികമാണ്. ഇതൊരു മഹാസംഭവമായി കാണേണ്ട കാര്യമില്ല. അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ ഇതിലേക്ക് പോകുന്നതിന് പകരം ഇതുപോലെയുള്ള ക്രിമിനൽ പ്രവർത്തനം നടത്തുന്ന വലതുപക്ഷത്തുള്ള ആളുകളെ തുറന്നു കാണിക്കാനാണ് നിങ്ങൾ ഊർജ്ജം ചെലവഴിക്കേണ്ടത് എന്ന് കൂടി പറയാം. അതിനെന്താ? UDF-ന്റെ ഭരണകാലത്തുള്ള കേസാണ്, കള്ളക്കേസാണ്. നോമിനേഷൻ കൊടുക്കുമ്പോൾ പല ആളുകളിലും കേസ് ഉണ്ടാവുമല്ലോ. അപ്പൊ കേസിന്റെ ആളെ നോമിനേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ ആയിരിക്കും നോമിനേഷൻ കൊടുക്കാൻ പറ്റുമോ? അല്ല, അതൊക്കെ ഞങ്ങൾ നേരിട്ടോളൂ. നിങ്ങൾ എന്തിനാ അതിനെ കുറിച്ച് ആശങ്കപ്പെടുന്നത്? ഞങ്ങൾക്കൊരു ആശങ്കയില്ലല്ലോ. ഒരു ധാർമ്മികതയുമില്ല.